സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശി അങ്ങനെ സൂര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിലിരിക്കുകയാണ്. സൂര്യയെ ഓരോന്നൊക്കെ പറഞ്ഞ് കൽപ്പനയും കുറ്റപ്പെടുത്തുന്നുണ്ടാവും. കൽപ്പനയുടെ വാക്കുകൾ സൂര്യക്കൊരിക്കലും താങ്ങാനാവുന്നുണ്ടാവില്ല. അതായിരിക്കും അവൻ്റെ ഇപ്പോഴത്തെ വിഷമത്തിനുള്ള കാരണം. അന്നേരം രാധിക പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംശയം എനിക്കും തോന്നിയില്ല. അങ്ങനെ കൽപ്പന സൂര്യയെ സ്നേഹിക്കാനായിട്ടും സൂര്യയുടെ അസുഖം മാറാനായിട്ട് ആഗ്രഹിക്കാനായിട്ടും ഒരു പ്ലാൻ രാധിക മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ രാധിക മുത്തശ്ശിയും പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് അടുത്ത ദിവസം രാവിലെ തന്നെ മുത്തശ്ശി രാധികയോട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. ഈ സമയം അതുവഴി പോകുന്ന കൽപ്പനയും മുത്തശ്ശി കാണുവാണ്. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി പരമേശ്വർ നിധി വിൽപ്പത്രത്തെക്കുറിച്ച് രാധികയോട് പറയുവാണ്. വിൽപ്പത്രത്തിൻ്റെ കാര്യം കേൾക്കുന്നതും കൽപ്പന അവിടെ മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുക. ഇതേ സമയം അതുവഴി വന്ന പ്രിയങ്കയും ഇവരുടെ ഈ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടാകും കേട്ടോ. ഈ സമയം മുത്തശ്ശി പറയുവാണ്, പരമേശ്വരൻ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം ഈ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞാണ് സകല സ്വത്തിൻ്റെയും അവകാശി. അതായത് ഈ കണിമംഗലത്താണ് രാജകുമാരൻ, അവനായിരിക്കും. അത് കേൾക്കുന്നതും കണ്ണും തള്ളി നിൽക്കുവാണ് കൽപ്പനയും പ്രിയങ്കയൊക്കെ. അങ്ങനെ കൽപ്പന ഈ കുടുംബത്തിലെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ തീരുമാനിക്കുവാണ്. അങ്ങനെ സൂര്യ എണീറ്റ് നടക്കാനും സൂര്യയുടെ അസുഖം മാറാനുമായിട്ടൊക്കെ കൽപ്പന ആഗ്രഹിക്കുവാണ്. ഇതേ സമയം പ്രിയങ്കയാണെങ്കിൽ ഈ കാര്യം അറിഞ്ഞ് എങ്ങനെയെങ്കിലും വരുണിനെ വളച്ചെടുത്ത് വരുണിൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് തീരുമാനിക്കുവാണ് കേട്ടോ. അതിനായിട്ട് രാത്രിയിൽ റൂമെല്ലാം അലങ്കരിച്ച് സാരിയും പാലൊക്കെ എടുത്തിട്ട് പ്രിയങ്ക വരുണിൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക പരമേശ്വരനോടും പത്മിനിയോടും സംസാരിക്കുന്നതാണ്. അന്നേരം പ്രിയങ്ക പറയുക, എനിക്ക് വരുണിനെ സ്നേഹിച്ച് വരുണിൻ്റെ ഒപ്പം ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ വരുണിന് എന്നോട് എന്തോ ഒരു അകൽച്ച പോലെ. അച്ഛനും അമ്മയും വിചാരിച്ചാലേ വരുണിൻ്റെ ഈ അകൽച്ച മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരോട് വരുണിൻ്റെ ഈ അകൽച്ച മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം മുത്തശ്ശി കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ പ്രിയങ്കക്കുള്ള മാറ്റത്തെക്കുറിച്ച് മുത്തശ്ശിയോട് പറയുവാണ്. അത് കേട്ട് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് വരുണിനോട് പറയണേ, അവളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് നിനക്കറിയോ? നിന്നിൽ നിന്ന് അവൾക്കൊരു കുഞ്ഞു വേണം. അത് തന്നെ അവളുടെ ഇപ്പോഴത്തെ ആവശ്യം. അത് കേട്ടിട്ട് വരുണ അന്തം വിട്ട് നിൽക്കുക. കുഞ്ഞോ, നടന്നത് തന്നെ അവളെനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വരുണാകെ ദേഷ്യപ്പെടുവാണ്. ഈ സമയം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് രാധികയും മൊത്തം നടത്തിയ പ്ലാനിങ്ങിനെ കുറിച്ച് വരുണിനോട് പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് കൽപ്പന മുത്തശ്ശിയുടെയും അമ്മയുടെയൊക്കെ അരികിലേക്ക് എത്തുവാണ്. എന്നിട്ട് പറയുക, എൻ്റെ വലിയ ആഗ്രഹം സൂര്യ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന്. കൽപ്പനയുടെ വാക്കുകൾ കേട്ട് മുത്തശ്ശിയും പത്മിനിയൊക്കെ അന്തം വിട്ട് നിൽക്കുവാണ്. ഈ സമയം രാധിക കണ്ണുകൊണ്ട് മുത്തശ്ശിയെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, നമ്മുടെ പ്ലാൻ ഏറ്റില്ല എന്നുള്ള രീതിക്ക് കാണിക്കുകയാണ്. അതുകൊണ്ട് മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. ഈ സമയം രാധിക പറയണേ, എന്നാൽ ഞാൻ അച്ഛനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈദ്യരെക്കുറിച്ച് അച്ഛനും പറഞ്ഞ് ആ വൈദ്യരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയട്ടെ. അങ്ങനെ രാധികയോട് ആ വൈദ്യനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് മുത്തശ്ശിയും അവിടെയുള്ള എല്ലാവരും പറയുവാണ് കേട്ടോ. അങ്ങനെ രാധിക പറഞ്ഞ ആ വൈദ്യൻ അവിടെ എത്തുകയും സൂര്യയെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈദ്യൻ്റെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ തുടങ്ങുവാണ് കേട്ടോ. ആ സമയം സന്തോഷത്തോടു കൂടി അതിലൊക്കെ പങ്കെടുക്കുവാണ് സൂര്യ. കൽപ്പനയും തന്നെ തിരിച്ചു വരവിന് ആഗ്രഹിക്കുന്നുണ്ടെന്നറിഞ്ഞ് സൂര്യക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാധികയുടെ മുമ്പിൽ വെച്ച് വരുണിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയും ചേർത്ത് അടുത്ത് പോയി നിൽക്കുകയും ചെയ്യുന്ന പ്രിയങ്കേനെയൊക്കെയാണ് കേട്ടോ. വരുണും പ്രിയങ്കയും കൂടി ഒന്നിക്കണമെന്ന് ഏത് നേരം രാധിക പറഞ്ഞുകൊണ്ട് നടക്കുമെങ്കിലും പ്രിയങ്ക ഇങ്ങനെ വരുണുമായിട്ട് ചേർന്ന് തൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ രാധികയ്ക്ക് ഒരു കുശുമ്പും വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. രാധികയുടെ മുഖമൊക്കെ അന്നേരം മാറുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വൈദ്യർ പറഞ്ഞതനുസരിച്ച് സൂര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് അമ്മിയിൽ അരക്കാനായിട്ട് പോകുന്ന രാധികേനെയാണ്. പിന്നാലെ തന്നെ വരുണും ചെല്ലുന്നുണ്ട്. അങ്ങനെ രാധിക അമ്മിയിൽ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുണും കൂടെ വന്ന് രാധികയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് അമ്മിയിൽ അരക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വരുണിൻ്റെ നോട്ടവും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ രാധിക ചെറുപ്പുഞ്ചിരിയോടെ നാണത്തോടെ നിൽക്കുന്ന സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. എത്രയൊക്കെ മറച്ചു വെക്കാൻ നോക്കിയാലും രാധികയുടെ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന വരുണിനോടുള്ള പ്രണയം പതിയെ പതിയെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് തന്നെ കാത്തിരിക്കാം. ഇനി എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ വരുണും രാധികയെ ഒന്നിക്കുകയും അവരുടെ വിവാഹ കാര്യമെല്ലാം വീട്ടിൽ അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആ എപ്പിസോഡുകളൊക്കെ ആയിട്ട് കാത്തിരിക്കാം. ഈ ഒരു കമ്മിങ് സൂൺ പ്രൊമോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.